നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ പറയാൻ കുറച്ച് മടിയുള്ള വിഷയമാണ്. എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഈ സിനിമ കാണണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമയിലെ വിഷയം വളരെ വിവാദപരമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും ഈ സിനിമ ചെയ്യാനായിട്ട് കുറച്ച് മടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. എന്നിരുന്നാലും നമ്മൾ ഇന്ന് ഈ സിനിമയാണ് കാണാൻ പോകുന്നത്. ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ എത്രത്തോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതിൻ്റെ അങ്ങേയറ്റമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എന്നിരുന്നാലും ആ തെറ്റെന്താണെന്നുള്ള കാര്യം നമുക്ക് ഈ സിനിമയിൽ തന്നെ കണ്ടു മനസ്സിലാക്കാം. എന്തായാലും ഈ സിനിമയുടെ വൺലൈൻ പറയാൻ മാത്രമൊന്നുമില്ല, പറഞ്ഞാൽ ഈ സിനിമ പറയുന്ന പോലെ ആയി പോകും. ഈ സിനിമയുടെ പേര് ഹണ്ട് എന്നാണ്. ആ പേരുമായിട്ട് ഈ സിനിമക്ക് നല്ല ബന്ധമുണ്ട്. അതെന്തായാലും ഞാൻ ഉറപ്പുതരാം. എന്നാൽ പിന്നെ നമുക്ക് 2012 റിലീസ് ചെയ്ത ദ ഹണ്ട് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുന്നത് ഒരു നവംബർ മാസത്തിലാണ്. അവിടെ ഒരു കായലിൽ ചെറിയ കുട്ടികൾ കുളത്തിലേക്ക് ചാടി കുളിക്കാൻ നിൽക്കുന്ന പോലെ കുറെ തന്തപ്പിടികൾ കുളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരുത്തൻ തുണിയും വാനൊന്നും ഇല്ലാതെ വെള്ളത്തിലേക്ക് ഓടി വന്ന് ചാടുന്ന നേരം അങ്ങേർക്ക് കാര്യമായിട്ട് എന്തോ ഒരു പണി കിട്ടി. അങ്ങേർക്ക് നീന്താനായിട്ട് പറ്റുന്നില്ല. അന്നേരം വേറൊരുത്തൻ ഓടി വന്ന് അങ്ങേരെ രക്ഷിച്ച് കരയിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങേരുടെ പേരാണ് ലൂക്കാസ്. അങ്ങേരാണ് നമ്മുടെ ഹീറോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് രാത്രി ആവുന്നേരം എല്ലാവരും കാട്ടിക്കൂടെ ബീറെല്ലാം അടിച്ച് വെള്ളമെല്ലാം അടിച്ച് ബോധെല്ലാം പാതി പോയിട്ട് അങ്ങനെ പാട്ടും പാടി വരികയാണ്. എല്ലാവരും വീക്കെൻഡിൽ ഇതുപോലെ ഒന്നിക്കുന്നത് എപ്പോഴുള്ളൊരു പതിവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ശനിയാഴ്ച ആവുന്നേരം കുട്ടികളെല്ലാവരും കൂടി കുളത്തിലെല്ലാം പോയി രാത്രി ആവുന്നേരം മാങ്കെല്ലാം കല്ലെറിഞ്ഞ് ഒരുമിച്ച് അങ്ങനെ വരില്ലേ, അതുപോലെയാണ് ഇവരെല്ലാവരും വരുന്നത്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ നമ്മുടെ ഹീറോ ജോലിക്കായിട്ട് പോവാണ്. ആൾ കിൻഡർ ഗാർഡനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. കുട്ടികളെല്ലാവരെയും നോക്കുന്ന ഒരാളാണ്. കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നഴ്സറി, അംഗനവാടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവരുടെ നാട്ടിൽ പറയുന്ന പേരാണ് കിൻഡർ ഗാർഡൻ. അങ്ങനെ ലൂക്കാസ് നഴ്സറിക്ക് അടുത്തെത്തുന്നേരം അവിടെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ ആൾ വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി ഒളിച്ചു നിൽക്കും. ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ലൂക്കാസിനാണെങ്കിൽ കുട്ടികളെല്ലാം അവിടെ ഇവിടെയായിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാലും അറിയാത്ത പോലെ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കയറി വരുന്ന നേരം കുട്ടികളെല്ലാവരും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെയുള്ള കുട്ടികൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടതാണ് ലൂക്കാസ്. എന്തായാലും ലൂക്കാസും കുട്ടികളുടെ കൂടെ എല്ലാം കളിച്ച് അങ്ങനെ നഴ്സറി തുടങ്ങാനായിട്ട് പോവാണ്. അന്നേരമാണ് ഒരു കുട്ടി എനിക്ക് ടോയ്ലറ്റിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ചാടി കളിക്കുന്നത്. ഇത് കാണുന്ന ലൂക്കാസ് നീ ഇനിയും ചാടി കളിച്ചാൽ പിന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് ചെല്ലും. ടോയ്ലറ്റിൽ നിന്ന് പയ്യൻ മുക്കുന്ന ശബ്ദമാണെങ്കിൽ 10 മീറ്റർ അപ്പുറം വരെ കേൾക്കാം. എന്തായാലും കാര്യമെല്ലാം കഴിഞ്ഞ് ലൂക്കാസാണ് അവന് കഴുകി കൊടുക്കുന്നതല്ല. അങ്ങനെ അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് അവൻ മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്ന നേരം അവന്റെ നഴ്സറിയിൽ പഠിക്കുന്ന ക്ലാര എന്നൊരു കുട്ടിയുണ്ട് അവിടെ മാർക്കറ്റിന്റെ വെളിയിലായിട്ട് നിൽക്കുന്നത്. അവൾ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നാണ്. ഇപ്പൊ തിരിച്ചു പോകാനായിട്ട് എന്തോ ഒരു പേടി. നമ്മുടെ ലൂക്കാസ് അവളുടെ അടുത്ത് ചെന്ന് നീ എന്താ പേടിച്ച് നിൽക്കുന്നത്, വീട്ടിലേക്ക് പോകേണ്ടതെന്ന് ചോദിക്കുന്ന നേരം അവള് പറയും പോണം, പക്ഷെ അച്ഛനും അമ്മയും ഇല്ലായിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുന്ന നേരം ലൂക്കാസ് പറയും എന്നാ പിന്നെ നീ മുന്നിൽ നടക്ക്, ഞാൻ നിന്റെ പിന്നെ വരാം. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ഒരുമിച്ച് പോവാണ്. ലൂക്കാസിനാണെങ്കിൽ ഒരു നായ്ക്കുട്ടിയുണ്ട്. അതിന്റെ പേരാണെങ്കിൽ ഫാനി എന്നാണ്. അവർ നടക്കുന്ന നേരം അത് മുന്നിൽ കൂടെയുള്ള കണ്ടത്തിൽ കൂടെ ഓടി കളിക്കുകയാണ് ചെയ്യുക. അന്നേരം ക്ലാര നമ്മുടെ ആളോട് ചോദിക്കും നിങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യാറ്? നമ്മുടെ ആൾ പറയും ഞാൻ ഹണ്ടിങ് ആണ് ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാൽ അവൾ പിന്നെയും ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ നിങ്ങൾ വലിയൊരു വീട്ടിൽ ആരുമില്ലാതെ ഒറ്റക്കാണ് താമസിക്കുന്നതെന്ന്, അതെന്താ? അത് കേൾക്കുന്ന നമ്മുടെ ആള് അതിന് ഉത്തരം പറയാനായിട്ട് ചെറുതായിട്ടൊന്ന് മടിക്കുന്നുണ്ട്. ദൂരെയുള്ള ഏതോ ഒരു നാട്ടിൽ ജീവിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള നഴ്സറിയിൽ വന്ന് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും എൻ്റെ ചേട്ടൻ ഇതുപോലെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, ഞാൻ അതിലായിരുന്നു കുറെ കാലം ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഒരു ദിവസം അത് പൂട്ടിപ്പോയി, വേറെ വഴിയൊന്നുമില്ലാതെയാണ് ഞാൻ ഇവിടേക്ക് വന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവർ നടന്ന് അവളുടെ വീട്ടിലെത്തി. അവളെ കാണുമ്പോൾ തന്നെ അവളുടെ അച്ഛൻ നീ ഇനി മേലാ വീട്ടിൽ നിന്ന് പറയാതെ പുറത്തു പോരുതെന്നും പറഞ്ഞ് ചീത്തം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേ കയറ്റും. അവരെന്തുകൊണ്ട് ഇവളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം വരുന്ന വഴിക്ക് മനസ്സിലാകുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും അവളുടെ അച്ഛനായിട്ടുള്ള ജോർജ് നമ്മുടെ ഹീറോയുടെ ഒരു കൂട്ടുകാരനാണ്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് വീക്കെൻഡിൽ വേട്ടയാടാനും കുളത്തി ചാടാനും കാട്ടിക്കൂടെ ബീറടിച്ച് നടക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. എന്തായാലും ഹീറോ അവന്റെ കൂടെ നേരെ അടുക്കളയിലേക്കാണ് കയറി ചെല്ലുക. ലൂക്കാസിനെ കാണുമ്പോൾ തന്നെ കൂട്ടുകാരൻ ജോർജിന്റെ ഭാര്യക്ക് സന്തോഷമാവുകയും ചെയ്യും. അവനോട് കയറിയിരിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നേരെ അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. എന്തായാലും സ്വന്തം വീട് പോലെ അവിടെയുള്ള കബോർഡെല്ലാം തുറന്ന് ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കുകയാണ് നമ്മുടെ ആള്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ജോർജിന്റെ ഭാര്യയും മകനും കൂടെ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് ചെല്ലും. അന്നേരം ജോർജ് ചോദിക്കും ഇപ്പം നിന്റെ ഭാര്യയായിട്ടുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ലൂക്കാസ് പറയും കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നത്. എന്നാലും എന്തോ ഒരു കാര്യം ഹീറോ മറച്ചു വെക്കുന്നുണ്ട്. അത് മനസ്സിലാവുന്ന ജോർജ് എന്താടാ നിന്നെ എനിക്ക് ഏതോ കാലം മുതൽ അറിയാലോ, എന്താണ് പ്രശ്നങ്ങളെല്ലാം എന്തായി? സംഭവം എന്താന്ന് വെച്ചാൽ ഹീറോയുടെ ഭാര്യ ഡിവോഴ്സായി. ഹീറോയുടെ മകനാണെങ്കിൽ ഹീറോയുടെ കൂടെ നിൽക്കാനായിട്ടാണ് ഇഷ്ടം. എന്നാൽ അതിന് ഭാര്യ സമ്മതിക്കുന്നുമില്ല. അവളുടെ അടുത്ത് നിന്ന് അവനെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. അവനെ കുറച്ച് ദിവസത്തേക്കെങ്കിലും എൻ്റെ കൂടെ ജീവിക്കാനായിട്ട് താമസിക്കാനായിട്ട് ഇങ്ങോട്ട് അയക്കുമെന്ന് ചോദിച്ചാലും അവൾ അതിനും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു വക്കീലിനെ കണ്ടിട്ട് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ലൂക്കാസ് ഭാര്യയെ വിളിച്ചിട്ട് മകനെ ഇങ്ങോട്ട് അയക്കുമെന്ന് ചോദിക്കുകയാണ്. അതിന് അവൾ പറയും അവനിങ്ങോട്ട് വരാനായിട്ട് താല്പര്യമില്ല, അവന് നിങ്ങളെ കാണാനായിട്ട് താല്പര്യമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണമെങ്കിൽ അവനോട് തന്നെ ചോദിച്ചാൽ മതി. എന്നാൽ അവന് ഫോൺ കൊടുക്കാൻ പറയുന്ന നേരം അവളാണെങ്കിൽ ഫോൺ കൊടുക്കുകയില്ല. സത്യം പറഞ്ഞാൽ മകന് ഹീറോയുടെ കൂടെ താമസിക്കാനാണ്
പോകാനാണ് ഇഷ്ടം, ഭാര്യ സമ്മതിക്കാഞ്ഞിട്ടാണ്. അതേ സമയത്ത് ക്ലാര ഇല്ലായിരുന്നോ, ഹീറോയുടെ കൂട്ടുകാരൻ ജോർജിന്റെ മകള് ഹീറോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത മകളില്ലായിരുന്നോ ക്ലാര, അവള് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അന്നേരം അവളുടെ ബ്രദറിന്റെ കൂട്ടുകാരനും കൂടെ ടാബിൽ കുറച്ച് അഡൾട്ട് ഫോട്ടോസ് എല്ലാം ആയി വന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ ചേട്ടൻ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല, അവനാണെങ്കിൽ വിവരമില്ല, അവനാണെങ്കിൽ ആ ഫോട്ടോസ് എല്ലാമാണ് ക്ലാരയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവളാണെങ്കിൽ അതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ചെറിയ പ്രായമല്ലേ. എന്തായാലും കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ ഹീറോ വീണ്ടും നഴ്സറിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് കൂട്ടുകാരൻ ജോർജിന്റെ മകള് ക്ലാര നഴ്സറിയിലേക്ക് പോകാനായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. അവൾ എപ്പോഴോ പുറത്ത് വന്ന് കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ ആരും അവളെ നഴ്സറിയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടില്ല. ഹീറോ ചോദിക്കും, നിന്റെ അച്ഛനും അമ്മയും എവിടെ പോയി? എന്നാൽ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാം. അവർ ഏത് സമയത്തും ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങളാണ്. അവരിങ്ങനെ ഏത് സമയത്തും കുടുംബകാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വഴക്കാവുന്നത് കൊണ്ടാണ് ക്ലാരയെ നോക്കാനായിട്ട് പറ്റാത്തത്, ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തത്. എന്തായാലും നമ്മുടെ ആള് ജോർജിനെ വിളിച്ച്, നിന്റെ മകൾ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്, ഞാൻ നഴ്സറിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന നേരം അവനൊക്കെ പറയും. അവർക്ക് അത്രേ ഉള്ളൂ മകളെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ലൂക്കാസ് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നഴ്സറിയിലേക്ക് നടന്നു വരും. അങ്ങനെ നഴ്സറിയിൽ എത്തുന്ന നേരം ക്ലാര അവിടെ എന്തോ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ പേപ്പറെല്ലാം വെച്ച് എന്തോ ഒന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ ലൂക്കാസിന്റെ കൂടെ കെട്ടിമറിഞ്ഞ് നിലത്ത് വീണ് കളിച്ചോണ്ടിരിക്കുകയാണ്. ലൂക്കാസ് ആണെങ്കിൽ അവരുടെ കൂടെ കളിക്കുകയും ചെയ്യും. എന്തോ എന്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ലൂക്കാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കളിച്ചോണ്ടിരിക്കുന്ന നേരം ലൂക്കാസ് പെട്ടെന്ന് നെഞ്ചത്ത് കൈയും വെച്ചോണ്ട് അമ്പോ ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് അവിടെ താഴെ വീഴും. അത് കാണുന്ന കുട്ടികളെല്ലാവരും അവനെ വിളിച്ചു നോക്കുകയാണ്, എന്നാൽ എഴുന്നേൽക്കുന്നില്ല. ഇത് കാണുന്ന ക്ലാര ആണെങ്കിൽ ഓടി വന്ന് നമ്മുടെ ആളുടെ ചുണ്ടത്തിന്റെ ഒരു മുത്തം കൊടുത്തുകൊണ്ട് നമ്മുടെ ആളെ എഴുന്നേൽപ്പിക്കും. എന്നാലും ഹീറോക്ക് ഇത് അത്രക്കങ്ങ് ശരിയായിട്ട് തോന്നിയില്ല. അതേസമയം തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അതേസമയം തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന എന്ന് പറയുന്ന ചേച്ചി വന്ന് നിങ്ങളുടെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് നമ്മുടെ ആളോട് പറയും. ചെന്ന് നോക്കുന്ന നേരം ഒരു ലവ് ലെറ്റർ ആണ് കിട്ടുന്നത്. ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാക്കുന്ന ലവ് ലെറ്റർ ഇല്ലേ, അതുപോലെ ഒരെണ്ണം. നേരത്തെ ക്ലാര എന്തോന്ന് ഉണ്ടാക്കുന്ന കണ്ടില്ലായിരുന്നോ, അവളാണ് ഈ ലവ് ലെറ്റർ ഉണ്ടാക്കിയിട്ട് ഹീറോയുടെ പോക്കറ്റിൽ കൊണ്ടുവച്ചേ. ഇത് മനസ്സിലാവുന്ന ലൂക്കാസ്, ഈ സമ്മാനം നീയാണോ എന്റെ പോക്കറ്റിൽ വെച്ചതെന്ന് ക്ലാരയോട് ചെന്ന് ചോദിക്കുന്ന നേരം അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകും. പെട്ടെന്ന് ലൂക്കാസ് വന്ന് ഇതുപോലെ ചോദിച്ചപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇല്ല ഞാനല്ല വെച്ചതെന്ന് അവൾ പറയും. ഇതിൽ നിന്റെ പേരുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന നേരം അത് കൂട്ടുകാർ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചായിരിക്കും എന്നും പറയും. ശരിക്കും ലൂക്കാസിന് അറിയാം അവളാണ് ഇത് അതിൽ കൊണ്ടുവച്ചതെന്ന്. കാരണം നേരത്തെ അവൾ ഇത് ഉണ്ടാക്കുന്ന ലൂക്കാസ് കണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇത് ഞാനല്ല ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് നീ കൊടുക്കണ്ട്, ഇവിടെയല്ല ഏതെങ്കിലും ആൺകുട്ടികൾക്കാണ്, എനിക്കൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്ന നേരം അവൾ അപ്പോഴും ഞാനല്ല ചെയ്തതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയും അല്ലാത്ത ആളുകളുടെ ചുണ്ടിൽ ഒരിക്കലും ഉമ്മ വെക്കരുതെന്ന് അവളോട് പറയുന്ന നേരം അവൾ പറയും, ഞാൻ അതിനാരെയും ഉമ്മ വെച്ചില്ലല്ലോ. നേരത്തെ അവൾ ഉമ്മ വെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിരുന്നാലും ഇതൊന്നും ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞോട് അവൾ തിരിഞ്ഞടക്കാണ് ചെയ്യുക. നമ്മുടെ ആളാണെങ്കിൽ ഇത് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ വൈകുന്നേരമായി കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇതുവരെ ക്ലാരയെ കൂട്ടാനായിട്ട് ആരും വന്നിട്ടില്ല. അവളുടെ അമ്മ ഇതുവരെ അവളെ കൂട്ടാനായിട്ട് വന്നിട്ടില്ല. നഴ്സറി ടീച്ചർ അമ്മച്ചിക്കാണെങ്കിൽ അവളുടെ വീട്ടിലെ വിഷയങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അവളോട് കളിച്ചും ചിരിച്ചും പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ക്ലാര പറയാ, എനിക്ക് ലൂക്കാസിന് ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ലൂക്കാസിന് വലിയ ഇഷ്ടമാണല്ലോ. എന്നാൽ അമ്മച്ചി ചോദിക്കും, നിനക്കെന്താ ലൂക്കാസിന് ഇഷ്ടമല്ലാത്തേ? അതിന് അവള് പറയും, ലൂക്കാസിന് മൂത്രമൊഴിക്കാനായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു സാധനമുണ്ട്. ചിരിച്ചോണ്ട് അമ്മച്ചി പറയും, അതാണോ? അതെല്ലാവർക്കും ഉണ്ട്, നിന്റെ അച്ഛനും ഉണ്ട്, ഇവിടെയുള്ള എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം? അതിന് അവള് പറയാ, ലൂക്കാസ് അതെനിക്ക് കാണിച്ചു തന്നു. അത് കേൾക്കുന്ന അമ്മച്ചി ആദ്യം ഒന്ന് ഞെട്ടും. ലൂക്കാസ് ഇങ്ങനെയുള്ള ഒരുത്താനല്ലല്ലോ, കുട്ടികളുടെ കൂടെ ഓടിച്ചാടി കളിച്ചു നടക്കുന്നവനല്ലേ. അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് അമ്മച്ചിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും അവളുടെ അടുത്ത് ചെന്ന് മെല്ലെ ചോദിക്കും, പിന്നെന്തെങ്കിലും സംഭവിച്ചോ? എന്നാൽ അതിനവളൊന്നും പറയില്ല. നേരത്തെ ലെറ്റർ ഉണ്ടാക്കിയിരുന്നപ്പോൾ അവൾ അതിൽ ഒരു ലവ് ചിഹ്നം വെച്ചിരുന്നു. അതിപ്പോൾ അവളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് ടേബിളിൽ വെച്ചോണ്ട് പറയും, ഇതെനിക്ക് ലൂക്കാസ് എന്നാണ്, ഇതെനിക്ക് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ അത് കളഞ്ഞേക്കെന്ന് അമ്മച്ചിയും പറയും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അവളുടെ അമ്മ അവളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അമ്മച്ചി ഇപ്പം അവരോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ അവളോട് ഒരു സോറിയും പറഞ്ഞ് അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന നേരം ലൂക്കാസ് ആണെങ്കിൽ അവിടെ നിന്ന് മകനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന അവളുടെ അമ്മ ലൂക്കാസിന് ഒരു ടാറ്റയും കൊടുത്താണ് അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ ലൂക്കാസിന്റെ മകൻ പറയുന്നത്, എനിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്രിസ്മസിന് മുന്നേ അച്ഛൻ്റെ അടുത്തേക്ക് വരണം, എനിക്ക് അവിടെ ഒരു സ്കൂളും എല്ലാം ഒന്ന് ശരിയാക്കി തരുമോ? ലൂക്കാസ് പറയും, നീ ഇപ്പം അമ്മയുടെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ക്രിസ്മസിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവരും, നീ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കോള് കട്ട് ചെയ്യുന്ന നേരം ലൂക്കാസിന് നല്ല സന്തോഷമാണ്, മകൻ ഇങ്ങോട്ട് വരാൻ പോവല്ലേ. ഇത് കാണുന്ന ജോലി എടുക്കുന്ന അന്ന ചോദിക്കും, എന്താ മുഖത്ത് ഇല്ലാത്തൊരു സന്തോഷം, എന്തെങ്കിലും സംഭവിച്ചോ? അതിന് ഹീറോ പറയും, എൻ്റെ മകൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. അതിന് അന്ന പറയും, എന്നാൽ പിന്നെ അതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊരു കാപ്പി കുടിച്ചാലോ? ആദ്യം ഹീറോക്ക് അത് വേണ്ടാന്ന് പറയാൻ തോന്നുമെങ്കിലും എന്നാലും അവൾ പറയല്ലേ, അതുകൊണ്ട് തന്നെ കാപ്പി അടിച്ചോളാനായിട്ട് പറയും, കാപ്പി ഉണ്ടാക്കിക്കൊള്ളാനായിട്ട് പറയും. ഈ അന്നയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അവൾ ഇവിടേക്ക് വന്ന് താമസം തുടങ്ങിയതാണ്. എന്നാൽ ബാക്കിയുള്ളവർ ഇതൊരു ഡെൻമാർക്ക് മൂവി ആയതുകൊണ്ട് എല്ലാവരും ഡാനിഷിലാണ് സംസാരിക്കുന്നത്. എന്തായാലും അവരടുക്കളയിൽ കാപ്പി ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന നേരം അമ്മച്ചിക്കാണെങ്കിൽ ഹീറോയോട് എന്തൊക്കെയോ ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. ഹീറോയോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമല്ലോ ഇതിനെക്കുറിച്ച്. അതിനായിട്ട് അടുക്കളയിലേക്ക് വന്ന് ഹീറോയെ വിളിക്കെങ്കിലും കളിസ്ഥലം നന്നാക്കാനായിട്ട് പറ്റുമെന്നാണ് ചോദിക്കുക. അന്നേരം അമ്മച്ചിക്ക് അത് ചോദിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ലൂക്കാസ് കളിസ്ഥലം എല്ലാം വൃത്തിയാക്കിയിട്ട് അന്നയുടെ കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? നമ്മുടെ ആൾ പറയും, ഭാര്യയുടെ പ്രശ്നം, മകനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം, ഇതെല്ലാം കൂടെ ആയിട്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. അതിന് അവൾ അവൻ്റെ മുഖത്ത് കൈ വെച്ചുകൊണ്ട് എല്ലാം പെട്ടെന്ന് മാറുമെന്ന് പറയും. ഇത്
കാണുന്ന നേരം നമുക്ക് മനസ്സിലാകും അന്നയ്ക്ക് ചെറുതായിട്ട് ലൂക്കാസിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. അടുത്ത ദിവസം ഹീറോക്ക് ജോലിയൊന്നുമില്ല. രാവിലെ തന്നെ തോക്കുമായിട്ട് വേട്ടയാടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഹീറോ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് വേട്ടയാടാനാണ് ഇഷ്ടമെന്ന്. അങ്ങനെ ഒരു കാട്ടിലേക്ക് ഇറങ്ങി ചെന്ന് ഉൾക്കാട്ടിലേക്ക് ചെല്ലുന്ന നേരം ദൂരെയായിട്ടൊരു മാനെ കാണുന്നുണ്ട്. അങ്ങനെ അതിനെ ഷൂട്ട് ചെയ്തു വന്ന് അന്ന് വൈകുന്നേരം ആവുന്ന നേരം കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഇന്ന് അവിടെയാണ് അവരെല്ലാവരും കൂടാനായിട്ട് പോകുന്നത്. ഇന്ന് മാനിനെ കൊണ്ടുവന്നിരിക്കുന്ന ഹീറോ ആണ്. ഇന്ന് അതിനെയാണ് എല്ലാവരും കഴിക്കാൻ പോകുന്നത്. ബിയർ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരാൾ. ഇങ്ങനെ ഓരോ ആഴ്ചയും ഓരോരുത്തരും കൊണ്ടുവരുന്ന സാധനം മാറിക്കൊണ്ടേയിരിക്കും. ഇതേ ടീമിൽ തന്നെ നമ്മുടെ അന്നയുടെ അച്ഛനും ഉണ്ട്, ജോർജ്. അങ്ങേരും ഈ ടീമിൽ തന്നെയുണ്ട്. ഹീറോയുടെ കൂട്ടുകാരനാണ്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വെള്ളടിക്കാനൊക്കെ തുടങ്ങും. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്ക് അന്ന വിളിക്കുന്നത്. അവിടുന്ന് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹീറോ കുറച്ച് അകലേക്ക് മാറി നിന്നാണ് ഫോൺ എടുക്കുക. അന്നേരം അവൾ ചോദിക്കും നിങ്ങൾക്ക് കാപ്പി വേണ്ടേ? ലൂക്കാസ് പറയും കാപ്പി നമ്മൾ കുടിച്ചില്ലേ, ഇനി ഏത് കാപ്പിയാണ്? അതിന് അവൾ പറയും ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾ കാപ്പി കുടിച്ചോ ഇല്ല എന്നൊക്കെ ചോദിച്ചില്ലേ, അതുപോലെ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. എന്നിട്ട് അവൾ കോൾ കട്ട് ചെയ്യും. ലൂക്കാസ് അവളെ തിരിച്ച് വിളിക്കുന്ന നേരം അവളാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. ലൂക്കാസ് ചോദിക്കും നീ ചായ കുടിച്ചോ? അവൾ പറയും ചായ കുടിച്ചില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? ഭക്ഷണവും കഴിച്ചില്ല. പിന്നെ നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം അവൾ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വീട്ടിലിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അവളിപ്പോൾ ലൂക്കാസിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആൾ പറയും ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്ന നേരം ആ വീടിന്റെ മുതലാളിയായിട്ടുള്ള കൂട്ടുകാരനുണ്ട്. അങ്ങേര് ചോദിക്കും ആരാ ലൂക്കാസേ? ഏതോ ഒരു കിളിയാണല്ലോ വിളിച്ചേ. നമ്മുടെ ആളൊന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുന്ന നേരം അങ്ങേര് വിളിച്ചു പറയും ലൂക്കാസിന്റെ ഫോണിലേക്ക് ഏതോ ഒരു പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് കൂട്ടുകാരെല്ലാവരും കൂടെ ബിയറെല്ലാം എടുത്ത് തറയിൽ മുട്ടി ലൂക്കാസിന് പെണ്ണ് ശരിയായെന്നും വിളിച്ചും പറഞ്ഞ് ലൂക്കാസിനോട് ഒരു ബിയർ അടിക്കാനായിട്ട് പറയാണ്. അതൊരൊറ്റ അടി അടിക്കണം, വേറൊരു വഴിവില്ലാതെ ലൂക്കാസ് ഒരു ബിയർ ഒരൊറ്റ വലിക്ക് കുടിച്ചു തീർക്കും. അങ്ങനെ വെള്ളടിയെല്ലാം കഴിയുന്ന നേരം ക്ലാരയുടെ അച്ഛൻ ജോർജ് ആണെങ്കിൽ വെള്ളടിച്ച് നല്ലപോലെ പൂസായിട്ടുണ്ട്. അങ്ങനെ അവനെയും തോളിലിട്ടാണ് ലൂക്കാസ് അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലെത്തുന്ന നേരം ഭാര്യയാണെങ്കിൽ സന്തോഷത്തിൽ അവനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുകയാണ്. സാധാരണ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ വെള്ളടിച്ച് വീട്ടിലേക്ക് വരുന്ന കെട്ടിയന്മാരെ അടിച്ചു ഓടിക്കുന്ന ഭാര്യമാരെയാണ്. എന്നാൽ വിളിച്ചകത്തേക്ക് കയറ്റി ഇരുത്താണ് സന്തോഷത്തിൽ. ജോർജ് ആണെങ്കിൽ ലൂക്കാസിന്റെ ഒരു മുത്തം കൊടുത്ത് അകത്തേക്ക് കയറിയിരിക്കുന്ന നേരം ഭാര്യയെ കെട്ടിപ്പിടിച്ചോണ്ട് പറയും നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? അവർ ഇന്നലെ രാവിലെ കൂടെ അടിയുണ്ടാക്കുന്ന ശബ്ദം നമ്മൾ കേട്ടാണ്, പക്ഷെ ഇന്ന് രാത്രി ആയപ്പോഴേക്കും അവരതെല്ലാം മറന്നുപോയി. അവരാണിപ്പോൾ ഏറ്റവും വലിയ കപ്പിള്. എന്തായാലും ലൂക്കാസ് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന നേരം അന്നയാണെങ്കിൽ ലൂക്കാസിന്റെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ലൂക്കാസ് അവളുടെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് മറന്നുപോയി. അതവർക്ക് അറിയാം, അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അവന്റെ കൂടെ വീടിനകത്തേക്ക് കയറുന്ന നേരം അവന്റെ പട്ടിക്കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് കളിക്കാണ്. അത് കാണുന്ന ലൂക്കാസും പട്ടിക്കുട്ടിക്ക് പന്തിട്ട് കൊടുത്ത് കളിക്കുന്ന നേരം അന്നയ്ക്കാണെങ്കിൽ അത് അത്രക്കങ്ങ് സഹിക്കുന്നില്ല, കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം അവളിങ്ങോട്ട് വന്നത് വേറെ പല കാര്യങ്ങൾക്കും ആണല്ലോ. എന്നാൽ ലൂക്കാസ് ഈ പട്ടിയുടെ കൂടെ കളിക്കുന്ന കാണുന്ന നേരം അവൾ ആ പന്തെടുത്ത് പുറത്തേക്കിട്ട് നായെ പുറത്താക്കും. എന്നിട്ട് ലൂക്കാസിനിട്ട് ഒരു മുത്തം കൊടുത്ത് അവരങ്ങനെ കഥയും പറഞ്ഞ് കളിയെല്ലാം പറഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസം തള്ളി നീക്കും. പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് നഴ്സറിയിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ എത്തുന്ന നേരം ലൂക്കാസിന് അറിയാം കുട്ടികളെല്ലാം അവിടെ അവനെ കാത്തു നിൽക്കുന്നുണ്ട്, ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ മതിലും ചാടിയിട്ട് കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി ചെല്ലും. എന്നിരുന്നാലും കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. അവരെല്ലാവരും അവനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അവരുടെ കൂടെ പശുവും പയ്യും കുരങ്ങും ഒക്കെ കളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അമ്മച്ചി വന്ന് ലൂക്കാസിനെ വിളിക്കുന്നത്. ലൂക്കാസ് ഒന്ന് ഇവിടം വരെ വരുമോ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അവൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന നേരം ഇതുവരെ ഇല്ലാത്തൊരു പെരുമാറ്റമാണ് അമ്മച്ചി പെരുമാറുന്നത്. ഓഫീസിലൊക്കെ വന്ന് ഇരുത്തി എന്തോ ഒരു കാര്യം പറയാനായിട്ട് പോവാണ്. നമ്മുടെ ആൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അമ്മച്ചി പറയും ഇവിടെയുള്ള ഒരു കുട്ടി എന്നോട് നിന്നെക്കുറിച്ച് ഒരു രഹസ്യം പറഞ്ഞു. അതെന്താന്ന് നമ്മുടെ ആൾ ചോദിക്കുന്ന നേരം അമ്മച്ചിക്ക് പറയാനായിട്ട് പറ്റില്ല. എന്നിരുന്നാലും അതെന്താന്ന് ഒന്നുകൂടെ ചോദിക്കും. അമ്മച്ചി പറയും ആ കുട്ടി നിന്റെ സ്വകാര്യ ഭാഗം കണ്ടു, നീ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ലൂക്കാസ് ആണെങ്കിൽ തരിച്ചു പോവും. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ നിങ്ങളോട് ഒരാൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന നേരം നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ലൂക്കാസ് നിൽക്കുന്നത്. അവനൊന്നും അറിയില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ലൂക്കാസ് ചോദിക്കുന്ന നേരം അതിപ്പോൾ പറയാൻ പറ്റില്ല, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. നീ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോ, കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തോ, ഞാൻ പറയുമ്പോൾ മാത്രം തിരിച്ചു വന്നാൽ മതി. ഈ ഒരു സാഹചര്യത്തിൽ അമ്മച്ചി അവനോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല എന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ നേരെ പുറത്തേക്ക് വന്ന് നിൽക്കും. വീട്ടിലേക്ക് പോകുന്നില്ല, അവിടെ പുറത്ത് തന്നെ വന്ന് നിൽക്കും. കുറച്ച് സമയം കഴിയുന്ന നേരം അമ്മച്ചിയുടെ ഓഫീസിലേക്ക് അമ്മച്ചി ഒരാളെ കൊണ്ടുവരും. അങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ക്ലാരയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ അവരോട് പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ചില സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരാളാണ് ഇങ്ങേര്. അങ്ങേര് വരുന്നേരം തന്നെ ക്ലാരയെയും ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ക്ലാരയോട് ചോദിക്കും സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? അതിന് അവള് പറയും ആരും എന്നെ ഒന്നും കാണിച്ചില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ അമ്മച്ചി വിചാരിക്കുക ഇവള് പേടിച്ചിട്ടൊന്നും പറയാഞ്ഞിട്ടാന്നാണ്. നീ ധൈര്യമായിട്ട് പറഞ്ഞോ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേര് ചോദിക്കുകയും ചെയ്യും ഇതുപോലൊന്നും ഉണ്ടായില്ല ഇനി. എന്നാൽ അതിനവള് ഉണ്ടെന്ന് പറയും. അങ്ങേര് ചോദിക്കും നീ ലൂക്കാസിന്റെ സ്വകാര്യ ഭാഗം കണ്ടോ? പേടിക്കുന്ന ക്ലാര പറയും എനിക്ക് പുറത്തേക്ക് കളിക്കാൻ പോകണം. എന്നാൽ അമ്മച്ചി വീണ്ടും പറയും നീ ധൈര്യമായിട്ട് പറഞ്ഞോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേര് വീണ്ടും ചോദിക്കുന്ന നേരം അവള് പറയും അതെ കാണിച്ചു തന്നു. എവിടെ വെച്ചാന്ന് ചോദിക്കുന്ന നേരം ഈ നഴ്സറിയിൽ വെച്ച് തന്നെയാണെന്നാണ് അവള് പറയാ. അവൻ അത് വെച്ച് നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്തോ ക്ലാര? അതിനവള് മെല്ലെ തലയാട്ടാണ് ചെയ്യുക. അതേന്ന്
തലയാട്ടി കാണിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവസാനമായിട്ട് ചോദിക്കും, അതിൽ നിന്ന് എന്തെങ്കിലും വരുന്ന നീ കണ്ടോ? അത് കേൾക്കുന്ന അമ്മച്ചിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാതെ അവിടെ പോയി ഛർദ്ദിക്കും. അങ്ങനെ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, അവളോട് പുറത്തു പോയി കളിച്ചോളാൻ പറയും. ഇനി അവർക്കിതൊരു പ്രശ്നമാക്കണമെങ്കിൽ ആദ്യം അവളുടെ മാതാപിതാക്കളോടെല്ലാം ചോദിച്ചിട്ട് വേണം പോലീസിൽ കേസ് കൊടുക്കാൻ. എന്നാൽ അവസാനം എന്നോണം അമ്മച്ചി ഒരു കാര്യം പറയും, ക്ലാര നല്ല ഭാവനയുള്ളൊരു കുട്ടിയാണ്, ഇനിയിപ്പോൾ ഭാവനയിൽ അവൾ എന്തെങ്കിലും പറയുന്നതായിരിക്കുമോ? എന്നാൽ അങ്ങേര് പറയും, ഇതൊരിക്കലും ഒരു ഭാവനയല്ല. എന്തായാലും അങ്ങേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവളുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ട് പോലീസിൽ അറിയിക്കാമെന്ന് അമ്മച്ചിയും വിചാരിക്കും. അങ്ങനെ അന്ന് രാത്രി ക്ലാരയെ കൂട്ടാനായിട്ട് അവളുടെ അമ്മ വരുന്ന നേരം അവരെ ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുവരും. ഇതെന്തിനാ വിളിച്ചതെന്ന് അവളുടെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അമ്മച്ചി പറയും, ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു, ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ലൂക്കാസിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ അമ്മച്ചി പറഞ്ഞു കൊടുക്കും. ഇനി ഇതുപോലുള്ള അനുഭവം മറ്റുള്ള കുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ അച്ഛനമ്മമാരെയും വിളിച്ചിട്ട് കാര്യം പറയും. അവർ ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഒന്ന് ഞെട്ടും. കാരണം അവർക്കും ലൂക്കാസ് എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. വേറൊരു നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്ന മനുഷ്യനാണെങ്കിലും എല്ലാവർക്കും ലൂക്കാസിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇതെല്ലാം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ക്ലാരയുടെ അമ്മയാണെങ്കിൽ നല്ലപോലെ കരയുന്നുണ്ട്. അവർക്കിതൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല, കേട്ടു നിൽക്കാനായിട്ട് പറ്റില്ല. അവരങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോ കട്ടിലിൽ നിന്ന് ഒരു ഫോൺ കോൾ കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഹീറോയുടെ കൂടെ തന്നെ അവിടെ അന്യം കിടക്കുന്നുണ്ട്. എന്തായാലും ഫോണിൽ വിളിക്കുന്ന മകനാണ്. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താ നിന്നെ അമ്മ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നവരും അവരൊന്നും സംസാരിക്കുന്നില്ല. അന്നേരമാണ് അവൻ പറയാ, അച്ഛനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും സംസാരിക്കുന്നു. നഴ്സറിയിൽ വെച്ച് അച്ഛൻ എന്തോ മോശമായിട്ട് ചെയ്തു എന്നെല്ലാമാണ് ഇവർ പറയുന്നത്. ലൂക്കാസ് ആണെങ്കിൽ ഇത് കേട്ട് ഞെട്ടും. കാരണം ഈ നാട്ടിൽ സംഭവിച്ച കാര്യം അവൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ പെട്ടെന്ന് എത്തും എന്നുള്ള കാര്യം അവൻ ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. മകനാണെങ്കിൽ കരഞ്ഞോട് പറയും, എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ സ്കൂളിലും പോകുന്നില്ല. എന്നാൽ ലൂക്കാസ് പറയും, നീ എന്തായാലും സ്കൂളിൽ പോകണം, ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല, നീ അച്ഛനെ വിശ്വസിക്കുക. അവനാണെങ്കിൽ അച്ഛനെ വിശ്വാസമാണ്, അച്ഛൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അവൻ ഉറപ്പാണ്. എന്നിരുന്നാലും നാട്ടുകാരെല്ലാവരും ഇങ്ങനെ പറയുന്ന നേരം അവൻ എങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റുക? അതാണ് അവൻ്റെ വിഷമം. എന്നാൽ ഹീറോ ഫോണിൽ സംസാരിക്കുന്നത് എന്തോ സീരിയസ് ആയ വിഷയമാണെന്ന് അന്നക്ക് മനസ്സിലാകും. അവൾ എന്താന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നാൽ ഹീറോയെ കുറിച്ച് അങ്ങനെ പറഞ്ഞ കുട്ടി ഏതാന്ന് ഹീറോക്ക് അറിയില്ല. എന്നാൽ ഈ കാര്യം കേൾക്കുമ്പോൾ അന്ന ആദ്യം ചിരിയാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെയോ, ഇത് ആരാ പറഞ്ഞുണ്ടാക്കിയ? ഇതൊരു തമാശയാണെന്നാണ് അവൾ ആദ്യം വിചാരിക്കുക. എന്നാൽ നമ്മുടെ ആൾ മുഖം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകും കാര്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ലൂക്കാസ് ആണെങ്കിൽ ഈ കാര്യങ്ങൾ അവന്റെ വീട്ടിലും അവന്റെ നാട്ടിലും എത്തിയതിന്റെ ദേഷ്യത്തിൽ നേരെ നഴ്സറിയിലേക്കാണ് ചെല്ലുന്നത്. അമ്മച്ചിയെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. ഓഫീസിലേക്ക് നേരെ കയറി ചെല്ലുന്ന നേരം അമ്മച്ചിയുടെ ചുറ്റും ഇരുന്ന് കുറച്ച് മാതാപിതാക്കൾ കരയുന്നുണ്ട്, ഒരു ചേച്ചിയെല്ലാം കരയുന്നുണ്ട്. ആദ്യം സ്തംഭിച്ചു പോകുന്ന ലൂക്കാസ് പിന്നെ അമ്മച്ചിയോട് ചോദിക്കും, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ പുറത്തുനിന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന അമ്മച്ചിയാണെങ്കിൽ ഓഫീസിന്റെ പിന്നീ കൂടെയുള്ള വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നമ്മുടെ ആൾ പിന്നാലെ ചെന്ന് ഒന്ന് നിൽക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മച്ചി അതൊന്നും കേൾക്കാതെ മുന്നോട്ട് നടക്കാണ്. കുറച്ച് ദൂരെ എത്തിയിട്ട് ഇനി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തു പോകുന്ന അമ്മച്ചി വിളിച്ചു പറയും. ലൂക്കാസ് വിളിച്ചു പറയും, നിങ്ങൾ എന്തിനാ ഓടുന്നത്? ഞാൻ എന്താ ചെയ്ത്? നിങ്ങൾ എന്തിനാ എന്റെ ഭാര്യയെ വിളിച്ചു വരെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? ഇപ്പൊ എന്റെ മകന് പോലെ എന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അമ്മച്ചി വിളിച്ചു പറയും, നീ എന്താ ചെയ്തേന്നോ? കുട്ടികൾ ഒരിക്കലും കള്ളം പറയില്ല, ക്ലാര ഒരു പാവം കുട്ടിയല്ലേ, നീ എന്തിനാ അവളോട് ഇങ്ങനെ ചെയ്തേ? അമ്മച്ചി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോയതാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക ക്ലാരയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തേ. ഇത് കേൾക്കുന്ന നമ്മുടെ ആൾ പറയും, ക്ലാരയാണോ? ക്ലാര എന്റെ കൂട്ടുകാരന്റെ മകളാണ്, ഞാൻ അവളോട് എന്ത് ചെയ്യാനാ? എന്നാൽ അമ്മച്ചിക്ക് അതൊന്നും പറ്റില്ല. അമ്മച്ചി ഉറപ്പിച്ചു കഴിഞ്ഞു ഹീറോ ഇതെല്ലാം ചെയ്തു എന്നുള്ള കാര്യം. അന്നേരം തൊട്ടു പിന്നീന്ന് ഒരു ആശാൻ വന്ന് ലൂക്കാസ് പുറത്തു പോകാന്നും പറഞ്ഞ് അവനെയും പിടിച്ചുകൊണ്ട് തിരിച്ച് നടക്കുന്ന നേരം നമ്മുടെ ആൾ ചോദിക്കും, നിന്റെ ഭാര്യ എന്തിനാ ഓഫീസിൽ ഇരുന്ന് കരയുന്നത്? എന്നാൽ അങ്ങേര് അത് പറയുന്നില്ല, നീ പുറത്തേക്ക് നടക്ക് ലൂക്കാസ് എന്നാണ് പറയാ. എന്നാൽ വീണ്ടും ലൂക്കാസ് അത് ചോദിക്കുന്ന നേരം അങ്ങനെ പിടിച്ച് ലൂക്കാസിനെ തള്ളി പുറത്തേക്ക് പോകാനായിട്ട് പറയും. വേറെ ഒരു വഴിയില്ലാതെ നമ്മുടെ ആൾ പുറത്തേക്ക് ഇറങ്ങും. അവിടുന്ന് ലൂക്കാസ് നേരെ ചെല്ലുന്നത് ക്ലാരയുടെ വീട്ടിലേക്കാണ്. അതായത് കൂട്ടുകാരൻ ജോർജിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വാതിൽ തുറക്കുന്ന ജോർജ് ആണെങ്കിൽ നമ്മുടെ ആൾ അകത്തേക്ക് വിളിച്ച് കയറ്റി കഴിക്കാനായിട്ട് ചായയും കൊടുക്കും. അങ്ങനെ രണ്ടുപേരും സംസാരിക്കാതിരിക്കുന്ന നേരം ജോർജ് ചോദിക്കും, ലൂക്കാസ് അവരെന്തൊക്കെയാ സംസാരിക്കുന്നത്? എന്നാൽ ലൂക്കാസ് പറയും, എനിക്ക് നിന്റെ മകളോടൊന്ന് സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ജോർജ് പറയും, ക്ലാര അവൾ എൻ്റെ മകളാണ്, അവളെ എനിക്ക് നല്ലപോലെ അറിയാം, അവൾ ഒരിക്കലും കള്ളം പറയില്ല, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ലൂക്കാസ് പറയും, അവൾ കള്ളം പറയാണ്, അവളോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, നിനക്കറിയില്ലേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന്. എന്നാൽ ജോർജ് പറയും, എനിക്കറിയില്ല. ഇപ്പോൾ ജോർജ് പോലും ലൂക്കാസിനെ വിശ്വസിക്കുന്നില്ല. അതേ സമയത്താണ് ജോർജിന്റെ ഭാര്യ തൊട്ട് പിന്നെ വന്ന് നിൽക്കുന്നത്. ഇയാളെന്താ നമ്മുടെ വീട്ടിൽ കയറി ഇരിക്കുന്നത്? ഇയാളോട് പുറത്തേക്ക് പോകാൻ പറ. ലൂക്കാസ് ആണെങ്കിൽ അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഇപ്പോൾ ഡബിൾ സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത്. കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്ന നേരം ലൂക്കാസ് പുറത്തേക്ക് നടക്കും. തൊട്ടു പിന്നാലെ വരുന്ന ജോർജ് ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന
ലൂക്കാസിനെ പിടിച്ച് കഴുത്തിൽ കൈവച്ച് ഇനിയെങ്ങാൻ എൻ്റെ മോളെ മേലെ തൊട്ടാ നീ വിവരം അറിയുമെന്ന് പറഞ്ഞാണ് അവനെ പുറത്തേക്ക് അയക്കുക. എന്നാൽ നമ്മുടെ ആൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ക്ലാര ഇങ്ങോട്ട് വന്ന് ഹായ് ലൂക്കാസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവളുടെ അമ്മ അവളെ കൂടുതൽ സംസാരിക്കാനൊന്നും സമ്മതിക്കാതെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലേക്ക് കൊണ്ടു ചെല്ലും. എന്നാൽ അവിടെ വെച്ച് അവൾ പറയും എൻ്റെ ലൂക്കാസ് ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്, ലൂക്കാസ് എന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ പറഞ്ഞായിരുന്നു, ഇപ്പോഴെല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എനിക്ക് പേടിയാവുന്നു. എന്നാൽ അമ്മ വിചാരിക്കുക അവൾ ഇങ്ങനെയെല്ലാം കണ്ട് പേടിച്ചിട്ട് ഇതെല്ലാം മാറ്റി പറയാന്നാണ്. എല്ലാം കഴിഞ്ഞ മോളെ, നീ ഇനി ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട, എല്ലാം ഇങ്ങനെയൊക്കെയാണ്, നീ ഒന്നും പേടിക്കേണ്ട, അമ്മയുടെ മോള് പേടിക്കേണ്ട. ഇതേ സമയത്ത് നഴ്സറിയിലേക്ക് വരുന്ന അന്നയെ അവിടുത്തെ അമ്മച്ചിയും വേറെയും കുറെ ആളുകൾ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും. ക്ലാരക്ക് മാത്രമല്ല വേറെ പല കുട്ടികൾക്കും ലൂക്കാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ മാതാപിതാക്കളെല്ലാം പറയുന്നത്. നീ എന്തെങ്കിലും കണ്ടിരുന്നോ? എന്തായാലും അവൾ ഇതുപോലെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അവൾ ഉള്ള കാര്യവും പറഞ്ഞുകൊണ്ട് നേരെ ലൂക്കാസിന്റെ അടുത്തേക്കാണ് വരുന്നത്. വേറെ പല കുട്ടികളും നിന്റെ പേരിൽ ഇതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന നേരം ലൂക്കാസിന് കുറച്ചുകൂടെ ടെൻഷൻ ആവും. ഇപ്പൊ തന്നെ ഭാര്യയുടെ വിഷയത്തിലും മകനെ കാണാൻ പറ്റാത്ത വിഷയത്തിലും എല്ലാത്തിലും ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇതും കൂടെ, അതൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. വാതിൽ തുറക്കുന്ന നേരം ക്ലാരയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ നായക്കുട്ടി ഇല്ലായിരുന്നോ, പട്ടിക്കുട്ടിയോ നായക്കുട്ടിയോ എങ്ങനെ ഇല്ലായിരുന്നോ, ഫാനി, അതിന്റെ കൂടെ കളിക്കാനാണ് വന്നത്. എന്നാൽ നീ ഇങ്ങോട്ട് വന്ന കാര്യം നിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല അവർക്ക് അറിയില്ല. ക്ലാര പറയും എല്ലാവരും പറയുന്നു നീ എന്നോട് എന്തോ മോശമായിട്ട് ചെയ്തു എന്ന്, ശരിയാണോ? ലൂക്കാസ് ചോദിക്കും നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്തോ? അവൾ ഇല്ല എനിക്കറിയില്ല എന്ന് പറയും. ലൂക്കാസ് അവളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കും പേടിയാണ് ഹീറോക്കും പേടിയാണ്. അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഫാനിയുടെ കൂടെ നിനക്ക് പിന്നെ കളിക്കാന്ന് പറയും. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി വരുന്ന നേരം അന്ന ചോദിക്കും ലൂക്കാസ് നീ അറിയാതെ എങ്ങാനും കുട്ടികളോട് എന്തെങ്കിലും പെരുമാറിയോ? ഇതുവരെ അവിടെ ലൂക്കാസിനെ വിശ്വസിച്ച് അവള് മാത്രമായിരുന്നു. ഇപ്പൊ അവള് കൂടെ ഒരു സംശയം കാണിച്ചതുകൊണ്ട് ലൂക്കാസ് ചോദിക്കും നീ എന്താ പറഞ്ഞേ? അവളില്ല ഒന്നുമില്ല, സോറി ഞാൻ ഒന്നുമില്ല എന്ന് പറയുന്ന നേരം ലൂക്കാസിന് മനസ്സിലായി അവൾക്ക് ഇപ്പൊ അവനെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ പിടിച്ച് പുറത്തേക്കാക്കാൻ നോക്കുന്ന നേരം അവളാണെങ്കിൽ ആർത്ത് പറയുന്നുണ്ട് എന്തിനാ എന്നെ പുറത്താക്കുന്നത്, അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് പുറത്തേക്കിട്ട് അവളുടെ സാധനങ്ങളെല്ലാം പുറത്തേക്കിട്ട് അവൻ വാതിലടയ്ക്കും. എന്തൊരവസ്ഥയല്ലേ. ഹീറോ ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ശിക്ഷ ഹീറോ അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ ഒന്നും ചെയ്യാതെയാണ് ഇപ്പൊ അതിന്റെ ഭവിഷ്യത്തുകളെല്ലാം ഹീറോ അനുഭവിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഡിസംബർ മാസമായി എല്ലാവരും വീട്ടിലെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്യുന്ന സമയമാണ്. ക്ലാരയുടെ വീട്ടിലാണെങ്കിൽ അവരും ഇതുപോലെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ക്ലാര ആണെങ്കിൽ ഓരോന്ന് ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നേരം അവളുടെ ചേട്ടനാണെങ്കിൽ അവളെ കണ്ട് കരച്ചിൽ വരികയാണ്. എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയല്ലോ എന്ന് ആലോചിച്ച് അവൻ കരയാണ്. അന്നേരമാണ് പുറത്ത് മഞ്ഞ് വീഴുന്നത്. ഡിസംബർ മാസമല്ലേ, അതുകൊണ്ടാണ് മഞ്ഞ് വീഴുന്നത്. അതേ സമയത്ത് വീട്ടിൽ നമ്മുടെ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തുനിന്ന് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം. ആരാന്നറിയാൻ പുറത്തേക്കെല്ലാം എത്തി നോക്കുന്ന നേരം ആരാന്ന് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും പുറത്ത് ആരോ എന്തെങ്കിലും അടിക്കാനോ പിടിക്കാനോ വന്നാണോ അതും പറയാൻ പറ്റില്ല. ആരാന്ന് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടുന്നു പോലുമില്ല. നമ്മുടെ ആൾ ഒരു കമ്പി കഷ്ണം എടുത്തുകൊണ്ട് വാതിലും തുറന്ന് ആരാടാന്ന് ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം മകനാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ലൂക്കാസിന്റെ പാതി പ്രശ്നങ്ങളെല്ലാം മാറി. അങ്ങനെ അവനെയും വീട്ടിലേക്ക് കയറ്റിയിരുത്തി കഴിക്കാനായിട്ട് ഭക്ഷണങ്ങളെല്ലാം എടുത്തു കൊടുക്കും. അവർ സംസാരിക്കുന്നതെല്ലാം കണ്ടാൽ മനസ്സിലാകും ലൂക്കാസും മകനും നല്ല കൂട്ടുകാരെ പോലെയാണ്. അവരതുപോലെയാണ് പെരുമാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും തല്ലിയും മുന്തിയും അതുപോലെയൊക്കെയാണ് അവർ സംസാരിക്കുക. നമ്മുടെ ആളാണെങ്കിൽ ഇപ്പത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്നെല്ലാം മകന് പറഞ്ഞു കൊടുക്കും. അതെല്ലാം അവന് മനസ്സിലാക്കണമല്ലോ. പക്ഷെ അവനിങ്ങോട്ട് വന്നത് അമ്മയോട് പറയാതെയാണ്. ഹീറോയുടെ ഈ അവസ്ഥയിൽ ഹീറോയുടെ കൂടെ അവനും കൂടെ വേണമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത്. അതേ സമയത്താണ് വീട്ടിലേക്ക് ലൂക്കാസിന്റെ കൂട്ടുകാരൻ, ആ വലിയ വീട്ടിലെ കൂട്ടുകാരൻ ഇല്ലായിരുന്നു, അങ്ങനെ കയറി വരുന്നത്. അവർ സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും ഹീറോക്ക് നേരത്തെ പോലീസുകാരുടെ അടുത്ത് നിന്നും ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞാണെന്നുള്ള കാര്യം. എന്നാൽ അതൊരൊറ്റ ചോദ്യം ചെയ്യൽ മാത്രമാണ്. ഇനിയും കുറേ ചോദ്യങ്ങൾ പോലീസുകാർക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ പോലീസുകാർ വന്ന് ഹീറോയെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മകൻ അച്ഛന് പുറത്തു പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനാണ് മാർക്കറ്റിലേക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. എല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുന്ന നേരം അവിടുത്തെ മാനേജർ വന്ന് പറയും നീ ലൂക്കാസിന്റെ മകനല്ലേ? അവൻ അതേന്ന് പറയുന്ന നേരം അങ്ങേര് എന്നാൽ ഇനി മുതൽ നീ ഈ കടയിലേക്ക് വരേണ്ട ആവശ്യമില്ല, നിന്റെ തന്തക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഈ കടയിൽ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അതെല്ലാം കേൾക്കുന്ന നേരം അവന് നല്ലപോലെ വിഷമാവുന്നുണ്ട്. എന്നിരുന്നാലും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന നേരമാണ് അച്ഛനെ പോലീസുകാർ വന്ന് കൊണ്ടുപോകുന്നത് കാണുക. ലൂക്കാസ് പറയും നീ പേടിക്കണ്ട, നീ വീട്ടിലേക്ക് കയറിയാൽ മതി, നീ അമ്മയോട് ഇപ്പൊ തന്നെ വിളിച്ചു പറ നീ ഇവിടെയാണെന്നുള്ള കാര്യം, ഇല്ല അമ്മ നിന്നെ തെരഞ്ഞെടുക്കും. അങ്ങനെ ലൂക്കാസ് പോകുന്ന നേരം അവൻ വീട്ടിലേക്ക് കയറാനായിട്ട് താക്കോല് നോക്കുന്ന നേരം താക്കോൽ അവിടെ എവിടെയും കാണുന്നില്ല. ലൂക്കാസ് അത് എവിടെയാണ് വെച്ചെന്ന് അവൻ അറിയില്ല. ഇനി അത് എവിടെയാണ് വെച്ചെന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ നേരെ ചെല്ലുന്നത് ക്ലാരയുടെ വീട്ടിലേക്കാണ്. ക്ലാരയുടെ അച്ഛൻ ലൂക്കാസിന്റെ കൂട്ടുകാരനാണെന്നുള്ള കാര്യം അവൻ അറിയാം. വാതിൽ തുറക്കുമ്പോൾ തന്നെ ജോർജിന് മനസ്സിലായി ഇതാണ് ലൂക്കാസിന്റെ മോനെന്ന്. അവൻ ചോദിക്കും എന്റെ വീടിന്റെ അച്ഛന്റെ വീടിന്റെ സ്പെയർ കീ
നിങ്ങൾക്കറിയോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ താക്കോൽ എവിടെയാണ് വെച്ചതെന്ന് അറിയില്ല. എന്നാൽ ജോർജിനും അറിയില്ല താക്കോൽ എവിടെയാണ് വെച്ചതെന്ന്. അവന്റെ കയ്യിൽ സ്പെയർ കീയുമില്ല. അതുകൊണ്ട് തന്നെ അവനെ വിളിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തി അവനോട് സുഖവിവരങ്ങളെല്ലാമാണ് ചോദിക്കുന്നത്. ഈ കേസിനെ കുറിച്ചൊരു കാര്യവും അവനോട് സംസാരിക്കുന്നില്ല. എന്നാൽ അവൻ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും എന്തിനാണ് എൻ്റെ അച്ഛനെ ഒരു ദ്രോഹിയാക്കി മാറ്റുന്നത്? ജോർജ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്ന പോലുമില്ല, ആഗ്രഹിക്കുന്ന പോലുമില്ല. അന്നേരമാണ് ഭാര്യ അങ്ങോട്ട് ക്ലാരിയായിട്ട് വരുന്നത്. മകനാണെങ്കിൽ പറയും, എനിക്ക് ഇവളോടൊന്ന് സംസാരിച്ചാൽ മതി. ജോർജ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭാര്യയോട് അവളെയും കൊണ്ട് അകത്തേക്ക് ചെല്ലാൻ പറയും. എന്നാൽ മകനാണെങ്കിൽ എനിക്ക് അവളോട് ഒരൊറ്റ കാര്യം മാത്രം ചോദിച്ചാൽ മതി, സത്യം മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അപ്പോഴേക്ക് ഭാര്യ അവളെയും കൊണ്ട് അകത്തേക്ക് പോയി. അവനാണെങ്കിൽ പിന്നാലെ ഓടിച്ചില്ലെന്ന നേരം അവരെല്ലാവരും പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നഴ്സറിയിൽ വെച്ച് ലൂക്കാസിനെ പുറത്താക്കിയ വലിയൊരു മനുഷ്യനില്ലായിരുന്നോ, അങ്ങേരും ആ വീട്ടിലുണ്ട്. അവരെല്ലാവരും കൂടെ അവനെ പിടിച്ചു വെക്കാൻ നോക്കെങ്കിലും അതിന് പറ്റില്ല. അവൻ ക്ലാരയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, നീ എന്തിനടി തെണ്ടി എൻ്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്? നീ എന്തിനാ വെറുതെ പറയുന്നത്? അപ്പോഴേക്ക് അവരെല്ലാവരും കൂടെ പുറത്തു പോടാന്നും പറഞ്ഞ് അവനെ പിടിച്ചു വെക്കുന്ന നേരം അവൻ ക്ലാരയുടെ മുഖത്തേക്ക് തുപ്പും. എന്നാൽ അത് കണ്ട് സഹിക്കാത്ത ആ വലിയ മനുഷ്യനില്ലായിരുന്നോ, അങ്ങനെ അവനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടിടും. എന്നാൽ അതിന്റെ ദേഷ്യത്തിൽ അവൻ അങ്ങേരുടെ മുഖത്തിട്ട് ഒരൊറ്റ അടിയും കൊടുക്കും. എന്നാൽ അതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ അവന്റെ മുഖത്തിട്ട് 1-2 അടി കൊടുക്കുന്ന നേരം അവൻ താഴെ വീഴും. എന്നിരുന്നാലും അവൻ മെല്ലെ എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കും. നേരെ ചെല്ലുന്ന അച്ഛന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ്. ആ വലിയ വീട്ടിലെ കൂട്ടുകാരില്ലായിരുന്നോ, അങ്ങേരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവനെ കാണുമ്പോൾ തന്നെ അങ്ങേര് ചോദിക്കും, നിന്നെ ആരെങ്കിലും അടിച്ചോ? എന്നാൽ അവനൊന്നും ഇല്ല എന്നാണ് പറയാ. എന്നാൽ അങ്ങേരുടെ വീട്ടിൽ വേറെയും കുറെ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അങ്ങേര് കൂട്ടുകാരുടെ അടുത്താണെങ്കിലും വീട്ടുകാരുടെ അടുത്താണെങ്കിലും ഒരേപോലെയാണ്. എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ച് ആഘോഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അവന് പരിചയപ്പെടുത്തി കൊടുക്കും. അന്നേരം ദൂരെയായിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അങ്ങേര് ഇങ്ങേരുടെ ഒരു വക്കീലാണ്, പേഴ്സണൽ വക്കീലാണ്. അങ്ങേര് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഹീറോയുടെ കേസിന് വേണ്ടിയാണ്. അതെല്ലാം അവന് പറഞ്ഞു കൊടുത്ത് നേരെ താഴെയുള്ള അടുക്കളയിലേക്കാണ് അവനെ കൊണ്ട് ചെല്ലുക. അവിടെ വേറെയും കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവരെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത് അവന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരം അവൻ ചോദിക്കും, അച്ഛന്റെ കാര്യം എന്തായി? അങ്ങേര് പറയും, നാളെ രാവിലെയാണ് വിധി വരാൻ പോകുന്നത്. ഒന്നെങ്കിൽ നിന്റെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന് പറ്റില്ല. നമ്മൾ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ ആവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലൂക്കാസ് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന കുട്ടികളെല്ലാവരും പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അവരെവിടെ വെച്ചാണ് ലൂക്കാസ് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം. കുട്ടികൾ ലൂക്കാസിന്റെ വീടിന്റെ ബേസ്മെന്റ്, സോഫയുടെ കളറ്, ഭിത്തിയുടെ കളറ് അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിൽ നിന്നെല്ലാം നിനക്ക് എന്താണ് മനസ്സിലായെന്ന് മകനോട് ചോദിക്കുന്ന നേരം അവൻ ചിന്തിച്ചു നോക്കുമ്പോൾ ലൂക്കാസിന്റെ വീടിന് അച്ഛന്റെ വീടിന് ബേസ്മെന്റ് ഇല്ല. അവൻ പറയും, അച്ഛന്റെ വീടിന് അതിന് ബേസ്മെന്റ് ഇല്ലല്ലോ. അതെന്നെ കൂട്ടുകാരനെ പറയും, അച്ഛന്റെ വീടിന് ബേസ്മെന്റ് ഇല്ല. കുട്ടികളെല്ലാം തെറ്റായിട്ടുള്ള മൊഴികളാണ് കൊടുക്കുന്നത്. നമ്മളാണ് ജയിക്കാൻ പോകുന്നത് ഈ കേസിൽ. അത് കേൾക്കുന്ന അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആവും. ശരിക്കും കുട്ടികളെല്ലാവരും ലൂക്കാസ് ഉപദ്രവിച്ചു എന്നുള്ള കാര്യം വെറുതെ പറയല്ലേ, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയല്ലേ. അതുകൊണ്ട് തന്നെ മൊഴി കൊടുത്തപ്പോഴും അവരില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞ് ലൂക്കാസിന്റെ വീടിന് ബേസ്മെന്റ് ഇടുന്നത്. എന്നാൽ ലൂക്കാസിന്റെ വീടിന് ബേസ്മെന്റ് ഇല്ല. അങ്ങനെ കൂട്ടുകാരൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. കുട്ടികൾ ചില സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള കള്ളങ്ങൾ പറയും. അവരെന്തിനാണ് പറയുന്നതെന്ന് അറിയില്ല, പക്ഷേ കുട്ടികൾ കള്ളങ്ങൾ പറയും. അതും വിശ്വസിച്ച് അതിന്റെ പിന്നാലെ ചെന്നാൽ വലിയ വലിയ കുഴിയിലായിരിക്കും നമ്മൾ ചെന്ന് വീഴുക. കുട്ടികൾക്ക് അറിയില്ല ചെറിയൊരു കള്ളം പറഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് കള്ളം പറയും. എന്തായാലും നാളെ രാവിലെ ഹീറോ ലൂക്കാസ് തിരിച്ചു വരാൻ പോവുകയാണ്. പോലീസുകാരുടെ അടുത്ത് നിന്ന് തിരിച്ചു വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മകനെ കൊണ്ടുപോയിട്ട് കട്ടിലേക്ക് കിടന്നുറങ്ങിക്കോ, രാവിലെ ആകുമ്പോൾ അച്ഛൻ വരും, നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാനായിട്ട് ചെല്ലാന്ന് പറയും. എന്നാൽ അവൻ ഉറങ്ങാൻ കിടക്കുന്ന നേരം അവിടെ ചുമരിലെല്ലാം അച്ഛന്റെ ഫോട്ടോസാണ് കാണുന്നത്. അച്ഛനും ഈ വീട്ടിലെ കൂട്ടുകാരല്ലായിരുന്നോ, അങ്ങേരും തമ്മിലുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം അവിടെയുള്ള ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുന്ന നേരം അവന് മനസ്സിലാകും ഇങ്ങർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അച്ഛൻ എന്നുള്ള കാര്യം. അങ്ങനെ അവൻ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ കുറച്ച് നേരം വൈകി എഴുന്നേൽക്കാനായിട്ട്. അപ്പോഴേക്ക് കൂട്ടുകാരൻ ചായയൊക്കെ ആയിട്ട് കട്ടിലിന്റെ മുന്നിൽ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. നീ എഴുന്നേറ്റില്ലേ, നീ എഴുന്നേൽക്ക്, നമുക്ക് അച്ഛനെ കൂട്ടാനായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അങ്ങനെ പുറത്തിറങ്ങി അച്ഛനെ കാത്തു നിൽക്കുന്ന നേരം ദൂരെയായിട്ട് ഒരു ടാക്സിയിൽ അച്ഛൻ വന്നോട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന നേരം അച്ഛനും മകനും കൂടെ കെട്ടിപ്പിടിക്കും. ഹീറോക്ക് എന്താണെന്നറിയില്ല, ഇപ്പൊ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഉള്ളില്. ഇതെല്ലാം കാണുന്ന കൂട്ടുകാരനാവട്ടെ, നീ സ്നേഹിക്കുന്നതൊക്കെ പിന്നെ ആവാം, നമുക്കിപ്പം നീ വന്നതിന്റെ പാർട്ടി തീർക്കാന്ന് പറഞ്ഞ് അവനെയും കൂട്ടിയിട്ട് നേരെ ഹീറോയുടെ വീട്ടിലേക്കാണ് വരുന്നത്. കയറുമ്പോൾ തന്നെ അങ്ങനെ പറയും, ഈ വീടിന് ഒരു ബേസ്മെന്റ് ഇല്ല. എന്തായാലും പോലീസുകാരെ സമാധാനിപ്പിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബേസ്മെന്റ് കുഴിക്കാനായിട്ട് തുടങ്ങിക്കോ. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് അവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നേരം ഹീറോ രാത്രിയുള്ള ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മകനാണെങ്കിൽ തിരുമ്പാനുള്ള പരിപാടികളെല്ലാം നോക്കാണ്. അച്ഛന്റെ ഡ്രസ്സുകളെല്ലാം മാറ്റി വെച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സ്ത്രീയുടെ ട്രൗസർ അവൻ കാണും. അത് ആരുടേതാന്ന് വെച്ചാൽ അന്നയുടേതാണ്. അവന് മനസ്സിലായി അച്ഛന്റെ കൂടെ ഇവിടെ ഏതോ ഒരു സ്ത്രീയും കൂടെ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം. അവൻ പറയും, ഈ സ്ത്രീയുടെ ട്രൗസറും കൂടെ ഞാൻ തന്നെ തിരുമ്പണോ? ഇത് കേൾക്കുന്ന നമ്മുടെ ആള് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. ഞാൻ നിന്നോടത് പറയാൻ മറന്നുപോയതാണ്, വൈകാതെ തന്നെ നമ്മൾ അവളുമായിട്ട് പരിചയപ്പെടുമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അവനാണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന നേരം പെട്ടെന്നാണ് ചില്ലും പൊളിച്ചോണ്ട് ഒരു കല്ല് റൂമിലേക്ക് വീഴുന്നത്. അത് കാണുമ്പോൾ അവരപ്പം തന്നെ താഴെ കിടക്കും. ധാരാണ് എവിടെ നിന്നാണ് അറിഞ്ഞതെന്നൊന്നും അറിയില്ല. ഇത് കണ്ട് ദേഷ്യം വരുന്ന ലൂക്കാസ് ഒരു കമ്പിയായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ പുറത്തൊന്നും ആരെയും കാണുന്നില്ല. അവൻ ചുറ്റും നോക്കും, എന്നാൽ അവിടെ എവിടെ ആരും കാണുന്നില്ല. അന്നേരമാണ് താഴെ തറയിലായിട്ട് ഒരു കവർ വീണ് കിടക്കുന്ന കാണുക. അവൻ മെല്ലെ ചെന്ന് തുറന്നു നോക്കുന്ന നേരം അവന്റെ പട്ടിയിലായിരുന്നോ ഫാനി, അതിനെ ആരോ കൊന്ന് കെട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് മകനും അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവനത് കാണണ്ടെന്ന് വിചാരിച്ച് ഹീറോ അവനെ പിടിച്ചു വലിക്കെങ്കിലും അവൻ ഓടി വന്നത് കാണും. അത് കണ്ട് ദേഷ്യം വരുന്ന അവൻ, ആരാടാ ധൈര്യം ഉണ്ടെങ്കിലും മുന്നിലേക്ക് ഇറങ്ങി വാടാ,
ഉടുപ്പുള്ളവനാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാടാന്ന് പറഞ്ഞ് ആർത്ത് വിളിക്കുകയാണ്. എന്നാലും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അവനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ ലൂക്കാസിന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു അവസ്ഥയിൽ എത്തിയത് കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ മകനെ തിരിച്ച് നാട്ടിലേക്ക് അയച്ച് ഫാനി അവൻ അടക്കം ചെയ്യാനായിട്ട് പോവാണ്. ലൂക്കാസ് അടക്കം ചെയ്യാനായിട്ട് പോവാണ്. മഴയത്ത് അവൻ കരഞ്ഞുകൊണ്ട് അടക്കം ചെയ്യാൻ നിൽക്കുന്ന നേരത്താണ് അങ്ങോട്ട് കൂട്ടുകാരൻ വരുന്നത്. നിന്റെ മോൻ എവിടെ പോയെന്ന് ചോദിക്കുന്ന നേരം അവനെ ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു എന്ന് പറയും. നീ എന്താടാ മഴയത്ത് ചെയ്യുന്നത്, ഞാനും കൂടെ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന നേരം ലൂക്കാസ് പറയും, നീ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ഒറ്റയ്ക്കിരിക്കുകയാണ് വേണ്ടേ. എന്നാൽ കൂട്ടുകാരൻ സമ്മതിക്കുന്നില്ല, ഞാൻ നിന്റെ അടുത്തേക്ക് വരാമെന്ന് പിന്നെയും പറയും. ഇത് കേൾക്കുന്ന ലൂക്കാസ് ദേഷ്യത്തിൽ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് അവനെയും വഴക്ക് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അയക്കും. അങ്ങനെ ഫാനി പോയ വിഷമങ്ങളെല്ലാം പേറിക്കൊണ്ട് നമ്മുടെ ആൾ ഉച്ചക്ക് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് വരികയാണ്. എന്നാൽ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹീറോക്കുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് കൊടുക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ലൂക്കാസ് അകത്ത് കയറി എനിക്ക് കുറച്ച് ഇറച്ചി വേണമെന്ന് പറയുന്ന നേരം ഇറച്ചിക്കാരൻ പറയും, നിനക്കുള്ള ഇറച്ചിയൊന്നും ഇവിടെ ഇല്ല, പോയിക്കോ. അതെന്താ എനിക്ക് ഇറച്ചിയില്ലാത്ത, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് പറയുന്ന നേരം അങ്ങനെ പുറത്തിറങ്ങി വന്ന് നമ്മുടെ ആളുടെ മൂക്കിനിട്ട് ഒറ്റ ഇടിയാണ്. ആ ഇടിയും കൊണ്ട് താഴെ വീഴുന്ന നേരം മാനേജർ അങ്ങോട്ട് ഓടി വരും. ലൂക്കാസ് നിനക്കുള്ള സാധനങ്ങളൊന്നും ഈ കടയിലില്ലെന്ന് അങ്ങനെ പറയുമ്പോൾ തന്നെ രണ്ടുപേര് വന്ന് ലൂക്കാസിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ ആൾ കുതറി മാറാനെല്ലാം നോക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ പിടിച്ച് പുറത്തേക്ക് കൊണ്ടിടും. അങ്ങനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടിട്ടത് പോട്ടെ, തിരിച്ചു പോകാൻ നേരത്ത് അവർ 2 കേനെടുത്ത് നമ്മുടെ ആളുടെ തലയിലേക്ക് ഒരൊറ്റ ഏറാണ്. തലയിൽ നിന്നും മൂക്കിൽ നിന്നും എല്ലാം ഇപ്പൊ ചോര വരുന്നുണ്ട്. അവരെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് ലൂക്കാസ് വീണ്ടും അകത്തേക്ക് കയറി വരുന്നത്. അവനിത് എന്തിന്റെ പുറപ്പെടാന്ന് അറിഞ്ഞൂടാ. ഇറച്ചിക്കാരൻ വന്ന് നിനക്കുള്ള ഇറച്ചി ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞെന്ന് പറയുന്ന നേരം ലൂക്കാസ് അവന്റെ തല കൊണ്ട് അങ്ങേരുടെ മുഖത്തിട്ട് ഒരൊറ്റ ഇടിയാണ്. അത് കാണുന്ന മാനേജർ അവൻ അതുവരെ എടുത്തോണ്ടിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കും. അങ്ങനെ നമ്മുടെ ആൾ അതെല്ലാം ബില്ല് ചെയ്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. ദേഹത്തെല്ലാം ചോരയായി ചട്ടി കുത്തി ചാടി വരുന്ന നമ്മുടെ ലൂക്കാസിനെ ദൂരെയായിട്ട് കാറിൽ നിന്ന് ക്ലാരയുടെ ഫാമിലി കാണുന്നുണ്ട്, ജോർജ് കാണുന്നുണ്ട്. ഓ ജീസസ്, ലൂക്കാസിന് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന നേരം ഭാര്യ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല. എന്നാൽ ലൂക്കാസ് അപ്പോഴും മെല്ലെ കുത്തിച്ചാടി അങ്ങനെ നടന്നു പോവാണ്. ഇതെല്ലാം കാണുന്ന ജോർജിനാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. ലൂക്കാസിനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്ന നേരം അവന് നല്ലപോലെ വിഷമാവും. അങ്ങനെ വീട്ടിലെത്തുന്ന ലൂക്കാസ് അന്ന് രാത്രി വരെ ഒരൊറ്റ ഇരിപ്പാണ്. അന്ന് രാത്രിയാണെങ്കിൽ ക്രിസ്മസിന്റെ രാവാണ്, ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പല പ്രാർത്ഥനകളും പരിപാടികളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലാണ് ലൂക്കാസ് ഇരിക്കുന്നതെങ്കിലും പള്ളിയിൽ പോകാതിരിക്കുന്നത് ശരിയില്ലല്ലോ. അങ്ങനെ അവൻ കുളിച്ചു മാറ്റി കോട്ടൺ സ്യൂട്ടെല്ലാം ഇട്ട് കുറച്ച് ബീറെല്ലാം അടിച്ച് അവൻ അങ്ങനെ പള്ളിയിലേക്ക് മെല്ലെ ഇറങ്ങും. അവൻ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളെല്ലാവരും അവനെ ഒരു വിചിത്ര ജീവിയെ പോലെയാണ് കാണുന്നത്. എല്ലാവരും നോക്കുന്നുണ്ടെങ്കിലും അവനെ കൂടുതലൊന്നും മെയിൻ ചെയ്യുന്നില്ല, കാര്യമാക്കുന്നില്ല. അതിന്റെ ഇടയിൽ തന്നെ ജോർജും ഭാര്യയും ക്ലാരയും ഇരിക്കുന്നുണ്ട്. ഭാര്യയാണെങ്കിൽ ലൂക്കാസിനെ കാണുമ്പോൾ തന്നെ ദൈവമേ ലൂക്കാസിന് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കും. ലൂക്കാസ് ആണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ആരും ഇരിക്കാത്തൊരു ബെഞ്ചിൽ ചെന്നാണ് ഇരിക്കുന്നത്. അവനിനി ആരെയും വിശ്വാസമല്ല, അവൻ ആരെയും ഇഷ്ടമില്ല. എന്നാൽ അവൻ അവിടെ വന്ന് ഇരിക്കുന്നത് മുതൽ ജോർജും ഭാര്യയും ആണെങ്കിൽ പരസ്പരം എന്തോ സ്വകാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെന്താ പറയുന്നതെന്ന് അറിയില്ല, എന്നാലും കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. അതിന്റെ ഇടയിലേക്കാണ് ലൂക്കാസ് ജോർജിനെ തിരിഞ്ഞു നോക്കുന്നത്. ആ ഒരൊറ്റ നോട്ടത്തിലുണ്ട്, ലൂക്കാസിന്റെ ഒരൊറ്റ നോട്ടത്തിലുണ്ട് ജോർജിനോട് ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും. അതേ സമയത്ത് പള്ളിയിലച്ഛൻ സുവിശേഷ പ്രസംഗമെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അതൊന്നും കേട്ടു നിൽക്കാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാവരും ക്രിസ്മസിന്റെ തലേന്ന് രാത്രി പാടുന്ന കരോൾ പാട്ടില്ലേ, അത് പാടേണ്ട സമയമാണ്. അന്നയാണ് അവിടേക്ക് കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവരുന്നു, പാട്ട് പാടാനായിട്ട് ശരിയാക്കുന്നു എല്ലാം. അതിന്റെ ഇടയിൽ തന്നെ ക്ലാരയും പാട്ട് പാടാനായിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും ഭക്തിഗാനം പാടുന്നതിന്റെ ഇടയിൽ ലൂക്കാസിനും അറിയാലോ അത് പാടാനായിട്ട്. അവനങ്ങനെ അതിന്റെ കൂടെ ആർത്ത് പാടുകയാണ്. കുട്ടികൾ പാടുന്നതിന്റെ കൂടെ അവനങ്ങനെ ആർത്ത് പാടും. ചുറ്റും നിൽക്കുന്നവരാണെങ്കിൽ ഇവനിത് എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് നോക്കി നിൽക്കാണ്. ലൂക്കാസ് തിരിഞ്ഞു നോക്കുന്ന നേരം കാണുന്നത് ജോർജ് വീണ്ടും ഭാര്യയുമായിട്ട് എന്തോ സംസാരിക്കുന്നതാണ്. ഭാര്യയാണെങ്കിൽ തിരിച്ചും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ലൂക്കാസ് നേരെ അവന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവന്റെ തലക്കിട്ട് ഒരു പുസ്തകം എറിഞ്ഞ് നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനിടയ്ക്ക് അത് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലാതെ നിന്റെ കിട്ടികളോടല്ല സംസാരിക്കേണ്ടത്. ജോർജ് ആണെങ്കിൽ തലക്ക് ഏറ് കൊണ്ടിട്ടും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഹീറോയുടെ അവസ്ഥ അതാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഹീറോയെ പിടിച്ചു വെക്കാനായിട്ട് കുറെ ആളുകൾ ഓടി വരും. കെട്ടികളാണെങ്കിൽ അല്ലറും, നീ എന്താണോ എന്റെ കെട്ടിയവനെ കാണിക്കുന്നത്. ലൂക്കാസ് ആണെങ്കിൽ വീണ്ടും അല്ലറി പറയാണ്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനിടയ്ക്ക് എന്നോട് സംസാരിക്കടോ. അപ്പോഴേക്ക് ആളുകൾ എല്ലാവരും വന്നു. ലൂക്കാസിന് കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ ലൂക്കാസിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടു ചെന്നാക്കും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന ജോർജിനാണെങ്കിൽ വീട്ടിൽ തീരെ സമാധാനം കിട്ടുന്നില്ല. തന്റെ ഒരു കൂട്ടുകാരനെ ഈ ഒരു അവസ്ഥയിൽ കാണാനായിട്ട് ജോർജിന് തീരെ പറ്റുന്നില്ല. അതേസമയത്ത് ക്ലാരയാണെങ്കിൽ റൂമിൽ കിടന്നുറങ്ങാണ്. വിഷമം സഹിക്കാൻ പറ്റാത്ത ജോർജ് ക്ലാരയുടെ അടുത്തേക്ക് ചെല്ലുന്നേരം അവൾ വിചാരിക്കുന്നത്, പാതി മയക്കത്തിൽ അവൾ വിചാരിക്കുന്നത് അവളുടെ അടുത്തേക്ക് ലൂക്കാസ് ആണ് വരുന്നതെന്നാണ്. അന്നേരം അവള് പറയും, ലൂക്കാസ് നീ എന്നോട് ക്ഷമിക്ക്, ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സോറി, ഇത് ഞാനാ മോളെ, അച്ഛനാണെന്ന് പറഞ്ഞ് ജോർജ് അവളുടെ തൊട്ടടുത്ത് വന്നിരിക്കും. അങ്ങനെ അവളോട് ലൂക്കാസിന്റെ കൂടെ ഉണ്ടായിരുന്ന കാലങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. അവന്റെ കൂടെ കളിച്ചതും സ്കൂളിൽ പോയതും എല്ലാം പറഞ്ഞു കൊടുക്കും. അന്നേരം ക്ലാര പറയും, അച്ഛാ ശരിക്കും ലൂക്കാസ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്, ഇതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം ജോർജ് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ല എന്നറിയില്ല. എന്നിരുന്നാലും ജോർജിന് നല്ലപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അവളിപ്പോ 1-2 തവണ അല്ലല്ലോ ലൂക്കാസ് എന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ വെറുതെ പറഞ്ഞാണെന്നുള്ളത് പറയുന്നത്. അവൾ കുറെ സമയമല്ലോ, കുറെ ദിവസങ്ങളായി അവൾ ഇത് തന്നെയാണ് പറയുന്നത്. എന്നാൽ വിഷമം താങ്ങാൻ പറ്റാതായി വരുന്നേരം ജോർജ് കുറച്ച് ഭക്ഷണം എടുത്ത് നേരെ ലൂക്കാസിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് വിചാരിക്കുകയാണ്. എന്നാൽ ഭാര്യ അതിന് ചെല്ലണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് ജോർജ് ഭക്ഷണം എടുത്ത് നേരെ ലൂക്കാസിന്റെ വീട്ടിലേക്ക്
റൂമിലേക്ക് ചെല്ലും. അകത്ത് ചെന്ന് കട്ടിലിൽ കിടന്നുറങ്ങുന്ന ലൂക്കാസിന്റെ മുന്നിൽ ഭക്ഷണം വെച്ചു കൊടുക്കും. വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് കഴിക്കാന്ന് പറയുന്ന നേരം ലൂക്കാസ് മറുത്തൊന്നും പറയുന്നില്ല. അതെടുത്ത് മെല്ലെ കഴിക്കും. ഭക്ഷണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്കിനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ലൂക്കാസ് അവനോട് പറയുന്ന നേരം അവൻ പോകുന്നില്ല. ജോർജ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ലൂക്കാസിന്റെ വലിയ വീട്ടിലെ കൂട്ടുകാരനില്ലായിരുന്നോ, അങ്ങേരുടെ വീട്ടിൽ ഇപ്പൊ എന്തോ ഒരു പരിപാടി നടക്കാനായിട്ട് പോവാണ്. എല്ലാവരും അങ്ങേരുടെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടേക്ക് ലൂക്കാസും മകനും അന്നയും കൂടെ ഒരുമിച്ചാണ് വന്നിറങ്ങുക. അവിടെയുള്ള ആളുകളാണെങ്കിൽ ഇപ്പൊ നല്ലപോലെയാണ് അവരോട് പെരുമാറുന്നത്, ഹീറോയോട് പെരുമാറുന്നത്. അന്ന് ഹീറോയെയും മകനെയും അടിച്ച് പുറത്താക്കിയ മനുഷ്യനില്ലായിരുന്നോ, അങ്ങേരും ഇപ്പൊ ഇവരോട് നല്ലപോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും വീട്ടിലേക്ക് അരിച്ചെന്നു. അവിടെ എന്ത് പരിപാടിയാണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ മകന് വേട്ടയാടാനുള്ള ലൈസൻസ് കിട്ടി. അതിന്റെ ഒരു പാർട്ടിയാണ് നടക്കാൻ പോകുന്നത്. കൂട്ടുകാരൻ മകനെ സന്തോഷത്തിൽ വേദിയിലേക്ക് വിളിക്കുന്ന നേരം അവനങ്ങോട്ട് ചെല്ലുന്ന നേരം അവന്റെ മുന്നിൽ ഒരു ഗിഫ്റ്റ് പെട്ടിയാണ് വെച്ചു കൊടുക്കുന്നത്. അവനത് പൊളിച്ചു നോക്കുന്ന നേരം അതിലൊരു ഗണ്ണാണ് അവന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ എല്ലാവരും കൈയടിക്കുന്ന നേരം കൂട്ടുകാരൻ പറയും, ഇതൊരിക്കലും ഞാൻ തരുന്ന ഗിഫ്റ്റ് അല്ല, നിന്റെ അച്ഛൻ തരുന്ന ഗിഫ്റ്റാണ്. നിന്റെ കുടുംബത്തിൽ പാരമ്പര്യമായി കൈമാറി വന്ന ഗണ്ണ്, ഇത് നിന്റെ അച്ഛൻ്റെ അടുത്തായിരുന്നു അവസാനം, ഇപ്പൊ ഇത് നിന്റെ കയ്യിലേക്ക് എത്തി, നീ നല്ലൊരു വേട്ടക്കാരനാവട്ടെ. അങ്ങനെ എല്ലാവരും അതിന്റെ സന്തോഷത്തിൽ ബിയർ എല്ലാം ടേബിളിൽ മുട്ടി പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടുന്ന കൂട്ടത്തിൽ തന്നെ ജോർജും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന നേരം ഹീറോ പുറത്തേക്ക് വരുന്ന നേരം കാണുന്നത് ക്ലാര സ്റ്റെപ്പ് കയറി വന്ന് അവിടെ എങ്ങനെ നിൽക്കുന്നതാണ്. അവൾക്ക് തറയിൽ ഈ കള്ളികളെല്ലാം കണ്ടാൽ അതിൽ ചാടി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാൽ അവിടെയുള്ള കള്ളികളെല്ലാം വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ചാടാനായിട്ട് പറ്റുന്നില്ല. അവൾ അങ്ങനെ ലൂക്കാസിനെ നോക്കി നിൽക്കുന്ന നേരം ലൂക്കാസ് ചോദിക്കും, ക്ലാര നിനക്ക് ചാടാൻ പറ്റുന്നില്ലേ, എന്നാൽ സൈഡിൽ കൂടെ മെല്ലെ മെല്ലെ ചാടി വന്നൂടെ എന്ന് ചോദിക്കുന്ന നേരം അവൾ പറയും, എനിക്ക് അങ്ങനെ പറ്റില്ല. എന്നാ പിന്നെ നീ എന്റെ കൂടെ വന്നോന്ന് പറഞ്ഞ് ലൂക്കാസ് അവളെ എടുത്തുകൊണ്ട് ആ കള്ളി കൂടെ മെല്ലെ നടന്ന് പുറത്തേക്ക് വരും. അങ്ങനെ താഴെ വെച്ചോണ്ട് അവളോട് പറയും, ഇനിയും മുന്നോട്ട് പോയാൽ അവിടെ നിന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീ തന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞ് അവളെ നടത്തി വിടുന്ന നേരം അവൾ പോകാൻ നേരത്തെ ലൂക്കാസിന്റെ ഒരു ടാറ്റയും കൊടുത്താണ് പോകുന്നത്. ക്ലാര ലൂക്കാസിനോട് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ലൂക്കാസിന് അത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, വൈരാഗ്യമൊന്നും കാണിക്കുന്നില്ല. എന്തായാലും അന്ന് വൈകുന്നേരം ഹീറോ മകന്റെ കൂടെ വേട്ടയാടാനായിട്ട് പോവാണ്. കൂട്ടുകാരൻ കൂടെയുണ്ട്, എന്നാൽ മകനുള്ളത് കൊണ്ട് തന്നെ ഹീറോ അവന്റെ കൂടെയാണ് നടക്കുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വേട്ടയാടാനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേരം രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. ഹീറോ കുറച്ച് ദൂരേക്കായിട്ട് മാറിയാണ് ചെല്ലുന്നത്. അങ്ങനെ ആരും ഇല്ലാതെ ഹീറോ ആ കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് അങ്ങനെ നടക്കുകയാണ്. ഹീറോക്ക് ഇപ്പൊ അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. അപ്പോഴാണ് ദൂരെയായിട്ട് ഒരു മാനിനെ കാണുന്നത്. അതിനെ പിടിക്കണ്ടേ എന്ന് വിചാരിച്ച് ലൂക്കാസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബുള്ളറ്റ് തൊട്ടടുത്തുണ്ടായിരുന്ന മരത്തിൽ വന്ന് തറയ്ക്കുന്നത്. പേടിച്ച് താഴെ വീഴുന്ന ലൂക്കാസ് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കുന്ന നേരം കുറച്ച് അകലെയായിട്ട് ഒരു കുന്നിൻ പുറത്ത് നിന്ന് ഒരുത്തൻ എയിം ചെയ്ത് നിൽക്കുന്നുണ്ട്. അവന്റെ പിന്നീന്ന് വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ അവനെ കാണാനായിട്ട് പറ്റുന്നില്ല. അവൻ വീണ്ടും ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, വിരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ഗണ്ണും താഴ്ത്തിയിട്ട് പിന്നിലേക്ക് ഓടിപ്പോകുന്നത്. മെല്ലെ എഴുന്നേൽക്കുന്ന ലൂക്കാസ് അവൻ ഓടിപ്പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കുന്ന ലൂക്കാസിന് ഒരു കാര്യം മനസ്സിലായി, എത്ര കാലം കഴിഞ്ഞാലും അവന്റെ മേലെ പറ്റിക്കിടക്കുന്ന ഈ ഒരു കറ ഒരിക്കലും ആയില്ല, ആരും അത് മറക്കില്ല. വീണ്ടും ലൂക്കാസിന് നെഞ്ചിലൊരു ഭാരം വന്ന് വീണ പോലെ തോന്നും. അങ്ങനെ ഓടിപ്പോയി അവനെ നോക്കി നിൽക്കുന്ന ലൂക്കാസിനെ കാണിച്ചുകൊണ്ട് ദ ഹണ്ട് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ചിലരുടെ ജീവിതത്തിലെങ്കിലും ഇതുപോലൊന്നും അല്ലെങ്കിലും ഇതുപോലുള്ളൊരു വിഷയമല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇതുപോലൊരവസ്ഥ വന്നിട്ടുണ്ടാകും. നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്, നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് ആവശ്യമില്ലാത്ത ആളുകളുടെ പഴിയെല്ലാം വാങ്ങുന്നുണ്ടാകും. എന്നാൽ അതൊരിക്കലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല, അതാരും മറക്കില്ല എന്നതാണ് സത്യം. ജീവിതം ഇങ്ങനെയൊക്കെയാണ്, അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനേ പറ്റൂ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.